നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആത്മാഭിമാനമുള്ള ആരും ഈ കേസിന് പോയില്ല. ഇതുപോലെ ഒരുപാടെണ്ണം എന്റെ കയ്യിലുണ്ട്. ഒറ്റ ബട്ടൺ അമർത്തിയാൽ ഇത് ലോകം മുഴുവൻ കത്തിപ്പിടിക്കും. ചായ. നന്ദിതേ, ഒരു 10 ലക്ഷം രൂപ കിട്ടാൻ എന്താ വഴി? 10 ലക്ഷോ? എന്തിനാ? എനിക്കൊരു പുതിയ ബിസിനസ് ചെയ്യാനാ. എന്ത് ബിസിനസ്? അത് തീരുമാനിച്ചിട്ടില്ല. തീരുമാനിക്കാത്ത ബിസിനസിന് ചന്ദ്രേട്ടൻ എങ്ങനെയാ ബഡ്ജറ്റ് ഇട്ടത്? എന്റെ അവസ്ഥ നിങ്ങൾക്കറിയാലോ. 10 ലക്ഷം പോയിട്ട് 10 രൂപ ഞാൻ വിചാരിച്ച എടുക്കാൻ പറ്റില്ല. ഇനി എന്റെ വീട് പണയപ്പെടുത്താന്ന് വെച്ചാ അത് ഏത് നിമിഷവും ബാങ്കുകാർ കൊണ്ടുപോകുന്നു നിങ്ങൾക്കറിയാലോ. നിങ്ങളുടെ ഔദാര്യത്തിലല്ലേ എന്റെ അമ്മ ഇപ്പൊ അവിടെ കിടക്കുന്നത്. അല്ല, ഈ കാശില്ലാത്ത സമയത്ത് തന്നെ പുതിയ ബിസിനസ് തുടങ്ങണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ആ മീൻകടയിലെ ജോലിക്ക് എന്തു പറ്റി? ഓ, കൊട്ടാരത്തിലേക്ക് താമസം മാറിയപ്പോ അത് അഭിമാനക്കേടായിട്ട് തോന്നുന്നുണ്ടോ? എങ്കി പഴയ തെരുവിലേക്ക് തന്നെ ഇറങ്ങിക്കൂ. നന്ദിതേ, എത്ര അനുഭവിച്ചാലും നന്നാവില്ല എന്ന് ഉറപ്പാ അല്ലേ? കഷ്ടം. നാറ്റം വന്നു തുടങ്ങി. ശവത്തിന്ന് നാറ്റം വന്നു തുടങ്ങിയെന്ന്. നീ എന്തിനാ അതിന്റെ കീഴിലോട്ട് പോകാൻ പോയത്? അതെനിക്ക് സമാധാനം വരണ്ടേ? എടി കഴുതേ, നീ കംപ്ലീറ്റ് കൊളവാക്കും അല്ലേ? മോളെ, നീ അവിടെ പോയെന്ന് എല്ലാവർക്കും സംശയം തോന്നില്ലടി? ഞാൻ വണ്ടി തുടയ്ക്കുന്ന വ്യാജേന പോയതാ. അതെ, നീ ഇന്നുവരെ വണ്ടി തുടച്ചിട്ടുണ്ടോ? അത് കണ്ടാ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് അവർക്ക് തോന്നില്ലടി? അതിനാരും കണ്ടില്ലല്ലോ. അജയേട്ടാ, എന്തെങ്കിലും ഉടനെ ചെയ്യണം, അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഇപ്പൊ ഈ സ്മെല്ലുണ്ടെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോ എന്താവും അവസ്ഥ? ഒന്നാമതേ, ഈ വീട് മുഴുവൻ നമ്മുടെ ശത്രുക്കളാ. നമ്മളെ തകർക്കാൻ ഒരവസരം നോക്കി നടക്കുക അവര്. ഇതെങ്ങാനും ആ കാവേരിയെ നന്ദിതയെ അറിഞ്ഞ ആ നിമിഷം അജയേട്ടനകത്താവും. ഞാനകത്താകുന്നതിൽ എനിക്ക് വിഷമമില്ല. പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത നീ ശിക്ഷിക്കപ്പെടുമല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അതിന് ഞാനെന്ത് ചെയ്തെന്നാ? കൊലപാതകം പോലെ തന്നെ കുറ്റകരവാ
അത് ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നതും. നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ ക്രൂരകൃത്യം ചെയ്തതെങ്കിലും അതിന്റെ പേരിൽ നിന്നെ ബലിയാടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് അജയേട്ടൻ എന്റെ പേര് പറയാതിരുന്നാ പോരെ? ഞാൻ പറഞ്ഞിട്ടും പറയാതിരുന്നിട്ട് ഒരു കാര്യമില്ല എന്റെ മോളെ. വഴി നീളെ CCTV ക്യാമറ അടക്കമല്ലേ. നമ്മൾ ഇന്നലെ ഒരുമിച്ച് പോയതും ശവം കളയാൻ നോക്കിയതൊക്കെ നമ്മുടെ കഷ്ടകാലത്തിന് ഏതെങ്കിലും ക്യാമറ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നില്ല എല്ലാം. അജയേട്ടാ, അല്ല അങ്ങനെ സംഭവിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ സംഭവിച്ചാലോ? ഇനി നമ്മൾ എന്ത് ചെയ്യാ അജയേട്ടാ? ഞാനും അത് ആലോചിക്കുന്നേ. നമുക്ക് ശവം ഈ മുറിക്കകത്ത് കുഴിച്ചിട്ടല്ലോ. നീ ഇങ്ങനെ മണ്ടത്തരം വിളമ്പലും നിർത്തും എന്റെ മൈഥിലി. കുഴി വരട്ടെ എന്ന് ഞാൻ പറഞ്ഞ കുഴി വരാൻ ഞാൻ മായാവിയൊന്നുമല്ല. എടി, നമ്മളിവിടെ വെട്ടും കിളയൊക്കെ നടത്തിയാലേ ആ അലവലാദികൾ ആ കാവേരി നന്ദിയൊക്കെ അറിയൂലേ? അപ്പൊ പിന്നെ പോലീസിനെ വിളിക്കൂലേ? പിന്നെന്താ ഒരു വഴി? എത്രയും പെട്ടെന്ന് ഈ ശവം ഇവിടെ നിന്ന് മാറ്റിയേ പറ്റൂ. ഒരു വഴിയുണ്ട്. എന്താ? എനിക്കൊരു കൊട്ടേഷൻകാരനെ അറിയാം. ഒരു ബോസ്, അല്ലല്ല, ഒരു പ്രഭാകരേട്ടൻ. മുൻപ് അച്ഛമ്മയെ കൊല്ലാൻ വിശ്വേട്ടൻ ഇറക്കിയതാ. അച്ഛമ്മയെ കൊല്ലാനോ? ഓ, ഞാനല്ല, വിശ്വേട്ടനാ. പിന്നെ അജയേട്ടൻ അയാളെ എങ്ങനെ അറിയാം? അത് അയാൾ എൻ്റെ കൂടെ പണ്ട് IPS ട്രെയിനിങ് ഉണ്ടായിരുന്നു. എന്തുവാ എന്റെ മൈഥിലി, നീ ഇപ്പൊ ആവശ്യമില്ലാതെ ചോദിച്ചു വെറുതെ കുഴപ്പിക്കല്ലേ. എങ്ങനെങ്കിലും ഈ കുരുക്കിന്ന് രക്ഷപ്പെടാൻ നോക്കാം. ഈശ്വര, ആ നാരുടെ നമ്പർ മാറിയായിരുന്ന മതിയായിരുന്നു. തപ്പട്ടെ. എന്റെ മനുഷ്യ, ഇത് ഒരച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി? വേഗം ആ മീനൊന്ന് വെട്ടി തന്നെ, എനിക്ക് വേറെ പണിയുണ്ട്. ഹലോ, ബോസ് സ്പീക്കിംഗ്. ഹലോ, ഇത് അജയനാ. അജയനോ? ഏതജയൻ? മാണിക്യമംഗലത്തെ അജയൻ. ഓഹോ, ആ വിശ്വനാഥ മുതലാളിയുടെ അനിയൻ. പറ, എന്താ പ്രശ്നം?